നമസ്കാരം. പണം ജീവിതത്തിലെ പ്രധാന ആവശ്യമാണെന്ന് പറഞ്ഞാൽ തെറ്റില്ല. പണം നേടാനാണ് പലപ്പോഴും പലരും നെട്ടോട്ടം ഓടുന്നത്. പണം മഹാലക്ഷ്മിയാണ്. പണം നേടാൻ വേണ്ടി വിശ്വാസങ്ങളും ആചാരങ്ങളുമെല്ലാം മുറുകെ പിടിക്കുന്നവരുമുണ്ട്. പണം ലഭിക്കാൻ, ഐശ്വര്യം നിറയാൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. വാസ്തു വിശദീകരിക്കുന്ന ചില കാര്യങ്ങൾ. മണിപ്ലാന്റ് വീട്ടിൽ വളർത്തുന്നത് പണം വരാനുള്ള ഒരു വഴിയാണ്. ഇത് പച്ച നിറമുള്ള ചട്ടിയിലോ പാത്രത്തിലോ വളർത്താം. ഇത് കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അക്വേറിയം പണം ഉണ്ടാക്കാൻ സഹായിക്കുന്ന വാസ്തുവിദ്യയാണെന്ന് പറയാം. വീടിന് ഐശ്വര്യവും ഊർജവും ഉണ്ടാക്കുന്നു. ഇതിലെ വെള്ളം വൃത്തിയായിരിക്കണം. മീനുകൾ ആരോഗ്യമുള്ളവയുമായിരിക്കണം. പ്രധാന വാതിലിൻ്റെ കാര്യത്തിലും അല്പമൊന്ന് ശ്രദ്ധിക്കണം. വാതിലിന് ഏതെങ്കിലും തരത്തിൽ വളവോ ചരിവോ മറ്റോ ഉണ്ടെങ്കിൽ അത് സാമ്പത്തിക നഷ്ടത്തിനാണ് കാരണമാകുക. മാത്രമല്ല, ഇത് നിങ്ങളിലെ സന്തോഷവും സാമ്പത്തിക നേട്ടവും വർദ്ധിക്കാനും സഹായിക്കുന്നതാണ്. വീടിൻ്റെ വടക്കുഭാഗം പോസിറ്റീവും ഊർജ്ജദായകവുമാക്കി വയ്ക്കുക. ഇതാണ് പൊതുവെ പണത്തിൻ്റെ ദേവതയായ ലക്ഷ്മി കുടിയിരിക്കുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്ന ദിക്ക്. കുബേരന്മാരും ഈ ദിക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വാസ്തുദേവന്റെ വിഗ്രഹം വീട്ടിൽ വയ്ക്കുന്നത് വാസ്തുദോഷമകറ്റും, പണമുണ്ടാക്കാൻ സഹായിക്കും. ലക്ഷ്മി ദേവിയാണ് പണദേവത. ലക്ഷ്മി ദേവിയുടെ വിഗ്രഹം വീട്ടിൽ സൂക്ഷിക്കുക, പൂജിക്കുക. പണം വൃത്തിയുള്ള സ്ഥലത്ത് വയ്ക്കുക. പണത്തെ ഒരിക്കലും അനാദരവോടെ കാണരുത്. പണം വയ്ക്കുന്ന ലോക്കർ ബീമിന് താഴെയായി ഒരിക്കലും വെക്കരുത്. ഇത് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നു. കണ്ണാടിയിൽ ഇത് കാണും വിധത്തിൽ വെക്കുന്നത് നന്നായിരിക്കും. വീട്ടിൽ നടക്കാത്ത ക്ലോക്ക്, വെള്ളം ലീക്കാവുന്ന പൈപ്പുകൾ, ഉപയോഗമില്ലാത്ത വസ്തുക്കൾ എന്നിവ പാടില്ല. ഇത് പണത്തിന് തടസ്സം നിൽക്കുന്നു. വായിൽ കോയിൻ വെച്ച തവള, കുബേരന്റെ രൂപം എന്നിവ വെക്കുന്നത് പണം കൊണ്ടുവരാൻ സഹായിക്കുന്നു.